നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ദീപകിൻ്റെ മരണവും ആ സംഭവവുമായി ബന്ധപ്പെട്ട് ഷിംജിതയ്ക്കായുള്ള തിരച്ചിലാണിപ്പോൾ. വിദേശത്തേക്ക് കടന്ന് ഒളിവിലാണ് എന്നതടക്കമുള്ള സൂചനകൾ പുറത്തു വരുന്നുണ്ട്. എന്തായാലും കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. നിയമ നടപടിയുമായി മുന്നോട്ട് പോകുമെന്ന് കുടുംബവും വ്യക്തമാക്കിയിട്ടുണ്ട്. അതിനിടെ ഷിംജിതയ്ക്കെതിരെ വലിയ രീതിയിലുള്ള സൈബർ ആക്രമണമൊക്കെ ശക്തമാകുന്ന സാഹചര്യത്തിൽ നാട്ടുകാരൻ ഷിംജിതയെക്കുറിച്ച് പറയുന്ന ഒരു ഓഡിയോ ക്ലിപ്പ് കൂടി ഇപ്പോൾ സോഷ്യൽ മീഡിയയിലടക്കം വൈറലാവുകയാണ്. ആ ഓഡിയോ ക്ലിപ്പിൽ പറയുന്നത് ഇപ്രകാരമാണ്: ഷിംജിത പരിധി വിട്ട് നടന്നപ്പോൾ ദുബായിൽ പോയി ഈ ഒരു അരീക്കോട് പഞ്ചായത്ത് അവിടെ സ്ഥാനാർത്ഥിയായിട്ട് നിന്നിട്ടുണ്ട്. മാത്രമല്ല അങ്ങനെ ഇവൾ ദുബായിൽ പോയപ്പോൾ ഞങ്ങൾ പറഞ്ഞു പാർട്ടിയിൽ നിന്ന് പുറത്താക്കണമെന്ന ആവശ്യമൊക്കെ ഞങ്ങൾ മുന്നോട്ട് വെച്ചതാണ്. മാത്രമല്ല അരീക്കോട് പഞ്ചായത്ത് ഇവൾ നിൽക്കുകയാണ്. ഇവൾ വീണ്ടും ഇവിടെ നിന്ന് പോയി കഴിഞ്ഞാൽ തിരഞ്ഞെടുപ്പ് മാറി മറിയാനുള്ള സാധ്യതയുണ്ട്. എന്തായാലും രാജിക്കത്ത് എഴുതി കൊടുത്തിട്ട് ഇവൾ ഒരിക്കൽ പോയിട്ടുണ്ട്. അങ്ങനത്തെ സാഹചര്യം ഉണ്ടാകുമെന്ന് പേടിച്ച് പാർട്ടിയിൽ നിന്ന് പുറത്താക്കണമെന്നൊരാവശ്യം ഞങ്ങൾ മുന്നോട്ട് വെച്ചതാണ്. ദുബായിൽ നിന്ന് ഇടുന്ന ഓരോ വീഡിയോ കണ്ടിട്ട് ആൾക്കാർ നാട്ടിൽ നിന്ന് നിങ്ങളിത് കാണുന്നുണ്ടോ എന്നതടക്കമുള്ള ചോദ്യങ്ങൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ചോദിക്കുന്നുണ്ടായിരുന്നു. വീഡിയോ കണ്ട് പക്ഷെ ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയാണ് എന്നതടക്കമുള്ള മറുപടിയാണ് താൻ നൽകിയത്. നിലവിൽ ഭർത്താവുമായിട്ട് തെറ്റി 6 മാസമായി അവളുടെ നാട്ടിലാണ്. അവളുടെ ഹസ്ബൻഡ് രാജിക്കത്ത് കൊണ്ട് സെക്രട്ടറിക്ക് കൊടുത്തു. അവൾ മാത്രമല്ല ഞാൻ നാട്ടിലില്ലാത്ത എങ്ങനെ രാജിക്കത്ത് സ്വീകരിക്കും, നിങ്ങൾക്ക് പണിയാകും കേട്ടോ എന്നൊക്കെ പറഞ്ഞ് അവൾ ഭീഷണിപ്പെടുത്തിയിരുന്നു. പിന്നാലെ സെക്രട്ടറി അത് പിൻവലിക്കുന്ന സാഹചര്യം ഉണ്ടായി. ഇത്തരത്തിലൊരു ഓഡിയോ ആണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിലടക്കം പ്രചരിക്കുന്നത്. അതേസമയം ബസ്സിൽ ലൈംഗിക അതിക്രമം നടത്തിയെന്ന് ആരോപിച്ച് സമൂഹ മാധ്യമങ്ങൾ വീഡിയോ പ്രചരിപ്പിച്ചതിനെ തുടർന്ന് യുവാവ് ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ FIRൽ ദുരൂഹത ആരോപിച്ച് ഗോവ മുൻ ഗവർണറും അഭിഭാഷകനുമായ PS ശ്രീധരൻപിള്ള ദീപകിന്റെ മാതാപിതാക്കളെ വീട്ടിലെത്തി കണ്ടതിന് ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കവെയാണ് FIRലെ ചില പിഴവുകൾ, ആ ഒരു ദുരൂഹതയുണ്ട് എന്നതടക്കമുള്ള ഒരു അഭിപ്രായം ശ്രീധരൻപിള്ള നടത്തിയിരിക്കുന്നത്. അതായത് പോലീസിൻ്റെ നടപടിക്രമങ്ങളിൽ ഒട്ടേറെ ദുരൂഹതകളുണ്ട് എന്നാണ് ശ്രീധരൻപിള്ളയുടെ ആരോപണം. പോലീസ് മൊഴിയെടുക്കുമ്പോൾ താൻ സ്ഥലത്തുണ്ടായിരുന്നെന്നും FIR രജിസ്റ്റർ ചെയ്തതിൽ തെറ്റുണ്ടെന്നാണ് രേഖകൾ കണ്ടതെന്നും അദ്ദേഹം പറഞ്ഞു. ആത്മഹത്യയ്ക്ക് പ്രേരണ നൽകിയ പ്രധാന കാരണം വീഡിയോ ആണെങ്കിലും അക്കാര്യം FIRൽ ഇല്ലെന്ന് ശ്രീധരൻപിള്ള ചൂണ്ടിക്കാണിക്കുന്നു. വീഡിയോയുടെ അടിസ്ഥാനത്തിലാണ് പ്രേരണ കുറ്റത്തിൻ്റെ കേസെടുക്കേണ്ടത്. മരണകാരണം സംബന്ധിച്ച് മാതാപിതാക്കൾ പോലീസിനെ അറിയിച്ചിരുന്നതാണ്. എന്നാൽ ഇൻക്വസ്റ്റ് നടത്തിയപ്പോഴും പ്രധാന കുറ്റം പോലീസ് മറച്ചുവെച്ചതായി സംശയിക്കണമെന്നും ശ്രീധരൻപിള്ള വ്യക്തമാക്കി. തിരഞ്ഞെടുക്കപ്പെട്ട പഞ്ചായത്ത് അംഗമായിരുന്ന ആളാണ് സംഭവത്തിലെ കുറ്റാരോപിതയെന്നും അത്തരം ഒരാൾ കുറ്റകൃത്യത്തിൽ ഏർപ്പെട്ടാൽ ലോക്കൽ പോലീസ് തെളിവുകൾ പരിശോധിക്കണമെന്നും അദ്ദേഹം പറഞ്ഞു. എന്തായാലും ഷിംജിത മുസ്തഫ ഒളിവിൽ പോയെന്ന സൂചനയുണ്ട്. BNS 108 വകുപ്പ് പ്രകാരം ജാമ്യമില്ലാ വകുപ്പ് ചുമത്തിയതിന് പിന്നാലെയാണ് ഒളിവിൽ പോയിരിക്കുന്നത്. യുവതിയുടെ ഫോൺ കസ്റ്റഡിയിലെടുത്ത് പോലീസ് പരിശോധന നടത്തുന്നുണ്ട്. മാത്രമല്ല ഇപ്പോൾ സോഷ്യൽ മീഡിയയിലടക്കം വലിയ രീതിയിലുള്ള വിമർശനം പോലീസിന് നേരെ ഉണ്ടാകുന്നു. കാരണം ഈ സംഭവം നടന്നിട്ട് എത്ര ദിവസമായിരിക്കുന്നു, ആ ഒരു ഒളിവിൽ പോകാനുള്ള ഒരു അവസരം പോലീസ് ഒരുക്കി കൊടുത്തു. കേരള പോലീസിന് അഭിനന്ദനങ്ങൾ എന്നതടക്കമുള്ള വിമർശനങ്ങൾ നിലവിൽ സോഷ്യൽ മീഡിയയിലടക്കം ശക്തമാകുന്നുണ്ട്. എന്തായാലും കൂടുതൽ തെളിവുകൾ ഷിംജിതയ്ക്കെതിരെ കണ്ടെത്താൻ സാധിക്കുമെന്നാണ് കരുതുന്നത്. ഷിംജിതയ്ക്കെതിരെ ലുക്കൌട്ട് നോട്ടീസ് പുറപ്പെടുവിക്കുക എന്നൊരു നീക്കത്തിലേക്കും അന്വേഷണ സംഘം കടക്കുന്നുണ്ട്. ബസ്സിലുണ്ടായിരുന്ന സഹയാത്രികളിൽ നിന്നും ജീവനക്കാരിൽ നിന്നും മൊഴിയെടുത്തേക്കും യുവതിക്കെതിരെ നിയമ നടപടി സ്വീകരിക്കാൻ ദീപകിന്റെ കുടുംബം ആലോചിക്കുകയാണ്. അതേസമയം കഴിഞ്ഞ ദിവസമൊക്കെ നമ്മൾ കണ്ടതാണ് ദീപകിൻ്റെ അമ്മയുടെ പൊട്ടിക്കരച്ചിൽ. അത് കണ്ടുകൊണ്ട് നിൽക്കാൻ നമുക്ക് സാധിക്കുന്നില്ല. എൻ്റെ കുട്ടിക്ക് ഇത് താങ്ങാൻ പറ്റിയില്ല, അത്രയ്ക്ക് ഈ വയസ്സ് വരെ എൻ്റെ കുട്ടിയുടെ ചീത്തപ്പേര് പറയിച്ചിട്ടില്ല എന്ന് പറഞ്ഞ് വിങ്ങി പൊട്ടുകയാണ് അമ്മ. പിറന്നാൾ ദിവസം സങ്കടം കാരണം ഭക്ഷണം പോലും കഴിക്കാതിരുന്ന ദീപക് ആ രാത്രി ചേതനയേറ്റ ശരീരമായി മാറിയത് അമ്മയ്ക്കോ അച്ഛനോ വീട്ടുകാർക്കോ ഉറ്റവർക്കോ പരിചയക്കാർക്കോ ഒന്നും സഹിക്കാനാകുന്നില്ല. പയ്യന്നൂരിലെ ബസ്സിൽ ലൈംഗിക അതിക്രമം നടത്തിയെന്ന് ആരോപിച്ച് യുവതി സമൂഹ മാധ്യമത്തിൽ വീഡിയോ പങ്കുവച്ചതിനെ തുടർന്ന് ജീവനൊടുക്കിയ ദീപകിന്റെ വീട്ടിൽ ഇന്നലെ നെഞ്ചിലയ്ക്കുന്ന സങ്കടമാണ് തളം കെട്ടി നിന്നത്. മെഡിക്കൽ കോളേജ് SIVR അരുണിന്റെ നേതൃത്വത്തിൽ മൊഴിയെടുക്കാൻ എത്തിയപ്പോൾ ദീപകിന്റെ അമ്മ കന്യക സംസാരിക്കാൻ പോലും ആവാതെ സോഫയിൽ ചാഞ്ഞിരിക്കുകയായിരുന്നു. വിങ്ങിപ്പൊട്ടുന്ന ദുഃഖം കടിച്ചമർത്തിയാണ് അച്ഛൻ തൊട്ടടുത്തിരുന്നത്. ഓനെന്തിനും പോകാത്തോനാ, അതാണ് ഇങ്ങനെയൊന്ന് കേട്ടപ്പോൾ അവന് ഇത്ര സഹിക്കാൻ പറ്റാതായതെന്ന് അച്ഛനും വിങ്ങലോടെ പറയുമ്പോൾ കേട്ട് നിൽക്കുന്നവർക്ക് അത് വലിയൊരു വിങ്ങലായി മാറുകയാണ്. എൻ്റെ മകന് സംഭവിച്ചത് മറ്റൊരാൾക്കും ഉണ്ടാകരുതെന്ന് ആ അച്ഛൻ ഉള്ളു നീറി പറയുകയാണ്.
വെള്ളിയാഴ്ചയാണ് യുവതി വീഡിയോ പ്രചരിപ്പിച്ചത്. ശനിയാഴ്ച ദീപകിന്റെ പിറന്നാളായിരുന്നു. വീഡിയോ പ്രചരിച്ചതറിഞ്ഞ ദീപക് ആ ദിവസം ഭക്ഷണം കഴിച്ചിരുന്നില്ല. അന്ന് മോൻ എന്താണ് ഭക്ഷണം കഴിക്കാത്തതെന്ന് അമ്മ ചോദിച്ചിരുന്നു. ദീപക് അമ്മയോട് കാര്യങ്ങൾ സൂചിപ്പിച്ചിരുന്നുവെന്നും അതെങ്ങനെയെങ്കിലും പരിഹരിക്കാമെന്ന് അമ്മ ആശ്വസിപ്പിച്ചിരുന്നതായി ബന്ധുക്കൾ പറഞ്ഞു. എന്നാൽ തന്റെ പ്രശ്നം സുഹൃത്തുമായി വിശദമായി സംസാരിച്ചിരുന്നു. നിയമപരമായി മുന്നോട്ട് പോകുന്ന കാര്യവും ചർച്ച ചെയ്തിരുന്നു. നടന്നത് കൊലപാതകമാണ്. ആ അമ്മയ്ക്കും അച്ഛനും പോയത് ആകെയുള്ള ഒരൊറ്റ മകനാണ്. ഞങ്ങളിൽ ഒരാളാണ് എന്നതടക്കമുള്ള പ്രതികരണം ബന്ധുക്കളുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നു. ദീപക് മരിക്കുന്നതിന് മുമ്പ് ഏതെങ്കിലും സുഹൃത്തുമായി സംസാരിച്ചതിന്റെ വോയിസ് റെക്കോർഡോ ക്ലിപ്പോ ലഭ്യമാണോ എന്നും പോലീസ് അന്വേഷിക്കുന്നുണ്ട്. വീഡിയോ പ്രചരിച്ച സംഭവത്തിൽ സൈബർ സെൽ അന്വേഷണവും നടക്കും. മെഡിക്കൽ കോളേജ് പോലീസ് ഇന്നലെ വീട്ടിലെത്തി മൊഴിയെടുത്തു. തുടർന്ന് രാത്രിയോടെ വീഡിയോ പ്രചരിപ്പിച്ച ഷിംജിത മുസ്തഫയ്ക്കെതിരെ ആത്മഹത്യാ പ്രേരണക്കുറ്റത്തിന് കേസെടുക്കുകയും ചെയ്തിട്ടുണ്ട്. അതേസമയം ഈ വിഷയത്തിൽ തെളിവ് നശിപ്പിക്കാൻ പോലീസ് പ്രതിക്ക് അവസരം നൽകരുതെന്ന് RJD സംസ്ഥാന ജനറൽ സെക്രട്ടറി സലു മടവൂറിന്റെ പ്രതികരണം. പ്രതിക്ക് വീഡിയോ പോസ്റ്റ് ചെയ്യാൻ മൗനാനുവാദം നൽകിയ പോലീസ് ഉദ്യോഗസ്ഥനെ ചോദ്യം ചെയ്യണമെന്നും പറഞ്ഞു. ദീപകിന്റെ മാതാപിതാക്കളെ സന്ദർശിക്കുകയായിരുന്നു അദ്ദേഹം. അതിനുശേഷമാണ് ഇത്തരത്തിൽ നിർണായകമായ ഒരു പ്രതികരണം നടത്തിയത്. അതേസമയം ഈ സംഭവത്തിൽ ഉത്തരവാദിയായവരെ അറസ്റ്റ് ചെയ്ത് ജയിലിൽ അടയ്ക്കണമെന്ന് BJP ജില്ലാ വൈസ് പ്രസിഡന്റ് KV സുധീർ പറഞ്ഞു. ദീപകിന്റെ മരണത്തിൽ BJP കുതിരവട്ടം വാർഡ് കമ്മിറ്റി ഗോവിന്ദപുരത്ത് നടത്തിയ പ്രതിഷേധ കൂട്ടായ്മ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. 10 വർഷം വരെ തടവ് ശിക്ഷ കിട്ടാവുന്ന കുറ്റമാണ് യുവതിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായത്. മെഡിക്കൽ കോളേജ് പോലീസ് പ്രതിയെ അറസ്റ്റ് ചെയ്യാനുള്ള യാതൊരു നടപടിയും സ്വീകരിച്ചിട്ടില്ല. ദീപകിന്റെ കുടുംബത്തെ അപമാനിക്കുന്ന സമീപനമാണ് പോലീസിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായത്. യുവതിയെ വിദേശത്തേക്ക് രക്ഷപ്പെടുന്നതിനുള്ള സാഹചര്യം ഒരുക്കുകയും കേസ് ദുർബലമാക്കുന്നതിന് ആവശ്യമായിട്ടുള്ള രീതിയിൽ പ്രവർത്തിക്കുകയുമാണ് പോലീസ് ചെയ്തുകൊണ്ടിരിക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. അതേസമയം ഇതിനിടയിൽ മറ്റൊരു സംഭവം കൂടി ഉണ്ടായിരിക്കുകയാണ്. അതായത് ഈ കേസിൽ ദീപക് ജീവനൊടുക്കിയ സംഭവത്തിൽ ബലാത്സംഗ ആഹ്വാനവുമായി BJP പ്രവർത്തകൻ രംഗത്ത്. ഇക്കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ തൊടുപുഴ മുനിസിപ്പാലിറ്റിയിൽ നിന്ന് NTA സ്ഥാനാർത്ഥിയായി മത്സരിച്ച അജയ് മാരാറാണ് ബലാത്സംഗ ആഹ്വാനവുമായി രംഗത്തെത്തിയത്. വീഡിയോയിലൂടെയായിരുന്നു ഇയാളുടെ ആഹ്വാനം. യുവതിയെ പിന്തുണച്ചവർക്കെതിരെയും ഇയാൾ മോശം പരാമർശങ്ങൾ നടത്തി. പീഡനക്കേസിൽ ജയിലിൽ പോയാൽ എന്തിനാണ് പേടിക്കുന്നതെന്ന് ഇയാൾ ചോദിക്കുന്നു. സന്മനസ്സുള്ള നമ്മുടെ സർക്കാർ എന്ത് കേസിൽ ജയിലിൽ പോയാലും 620 രൂപ വച്ച് നൽകുമെന്ന് ഇയാൾ ജയിൽ പുള്ളികളുടെ വേതനം വർദ്ധിപ്പിച്ച നടപടിയെ പരിഹസിച്ചുകൊണ്ട് പറഞ്ഞു. ഇത്തരം ദുരനുഭവങ്ങൾ ആണുങ്ങൾക്ക് ഇനിയും നേരിടേണ്ടി വരും. മരിക്കേണ്ടി വരുന്ന സാഹചര്യമുണ്ടായാൽ അപരാധം പറയുന്നവരെ നേരെ ചെന്ന് ബലാത്സംഗം ചെയ്യണമെന്നാണ് ഇയാൾ പറഞ്ഞത്. അതിനുശേഷം മരിക്കണം. ഒരു കുറ്റവും ചെയ്യാതെ മരിക്കേണ്ട കാര്യമില്ല. ഇങ്ങനെ സംഭവമുണ്ടായാൽ സ്ത്രീകൾ അതിജീവിതയാകുമെന്നും പുരുഷന്മാർ അപരാധിയായി മാറും. ഈ അവസ്ഥയ്ക്ക് മാറ്റം വരണമെന്നും ഇയാൾ പറയുന്നുണ്ട്. എന്തായാലും സംഭവത്തിൽ വലിയ രീതിയിലുള്ള വിമർശനമൊക്കെ പലയിടങ്ങളിലും ശക്തമാകുന്നു. അതിനിടയിലാണ് ഇത്തരത്തിലൊരു പ്രതികരണവുമായി ഒരു വ്യക്തി രംഗത്ത് വന്നിരിക്കുന്നത്. അതേസമയം നമുക്ക് മറ്റൊരു കാര്യം കൂടി നോക്കാം. അഞ്ജു പാർവതി പ്രവീഷ് ഈ വിഷയത്തിൽ പ്രതികരിച്ചൊരു ഫേസ്ബുക്ക് പോസ്റ്റ് പങ്കുവച്ചിട്ടുണ്ട്. അതിൽ ആ ഒരു പോസ്റ്റ് നമുക്ക് നോക്കാം. വീണ്ടും പറയുന്നു, അവളെ വെറുതെ വിടരുത്. നിയമത്തിൻ്റെ എല്ലാ സാധ്യതകളും മുതലാക്കി അവളെ ശിക്ഷിക്കണം. ആ അമ്മയുടെ കണ്ണുനീര്, അച്ഛൻ്റെ നെഞ്ചു പൊട്ടിയുള്ള ഇരിപ്പ് അത് കണ്ടിട്ട് സഹിക്കുന്നില്ല. സത്യത്തിൽ ഈ വിഷയത്തിൽ സോഷ്യൽ മീഡിയ ഒറ്റക്കിട്ടായി നിന്നാൽ ഇങ്ങനെയുള്ള കണ്ടന്റ് ക്രിയേറ്റർമാർ മൊബൈലും തൂക്കി ഇറങ്ങി മനുഷ്യരുടെ പച്ചമാംസം കൊത്തിപ്പറിക്കാൻ ഇറങ്ങില്ല. ഇനി ഒരു കുടുംബത്തിനും ഇങ്ങനെയൊരു ദുർവിധി ഉണ്ടാവരുത്. ഇനി ഒരു അമ്മയ്ക്കും അച്ഛനും അവരുടെ മകനെ ഈ വിധം നഷ്ടമാകരുത്. പുത്രദുഃഖത്തോളം വലിയൊരു നോവ് മറ്റൊന്നില്ല. ഒരു വീഡിയോ ഇറങ്ങിയാൽ ഉടൻ അതിൻ്റെ സത്യാവസ്ഥ അറിയാതെ കണ്ട് വ്യൂസ് കൂട്ടി കമൻറ്റും ഷെയറും ചെയ്ത് റീച്ച് കൂട്ടി വൈറലാക്കുന്നത് നമ്മൾ തന്നെയാണ്. അവളുടെ ഇൻസ്റ്റാ വീഡിയോയ്ക്ക് മില്യൺ വ്യൂസ് ഉണ്ടായിരുന്നു എന്നാണ് അറിഞ്ഞത്. നമ്മൾ കൊടുക്കുന്ന ഈ പ്രോത്സാഹനം കൊണ്ടാണ് ഇതുപോലെയുള്ള അവളുമാർ ഇനി മൊബൈലും തൂക്കി വേട്ടയ്ക്കിറങ്ങുന്നത്. ഇപ്പോൾ പോലും അവൾ സേഫാണ്. ഇൻസ്റ്റാ പ്രൊഫൈൽ പൂട്ടിക്കുന്നതോ റിപ്പോർട്ട് അടിക്കുന്നതോ ഒന്നുമല്ല അവൾക്ക് കൊടുക്കേണ്ടതായ ശിക്ഷ. ഒരു മനുഷ്യനെ വേട്ടയാടി കൊല്ലിച്ചതിൻ്റെ ശിക്ഷ അവൾക്ക് നിയമപരമായി കിട്ടണം. നിർഭാഗ്യവശാൽ നമ്മുടെ മീഡിയാസൊക്കെ ഈ വിഷയത്തിൽ മൗനം പാലിക്കുന്നു. എതിർഭാഗത്ത് സ്ത്രീ നിൽക്കുന്നത് കൊണ്ടുള്ളൊരു മൗനം എവിടെയും കാണാം. ഇത് സംഭവിച്ചത് ഒരു പെണ്ണിനായിരുന്നുവെങ്കിൽ കേരളത്തിൽ എന്തായനെ സ്ഥിതിയെന്ന് ഓർത്താൽ മതി. സകല സാംസ്കാരിക നായകളും സ്ത്രീ സംരക്ഷകരും ഓരിയിട്ട് തെരുവിൽ ഇറങ്ങിയാണ്. ഇനി ഇത്തരത്തിലൊന്നും ഉണ്ടാവാതിരിക്കാൻ ഈ ഒരു സംഭവം ഒരു ഐ ഓപ്പണർ ആവട്ടെ എന്ന് ആഗ്രഹിക്കുന്നു. ഈ അച്ഛനും അമ്മയ്ക്കും നീതി കിട്ടണം. ജസ്റ്റിസ് ഫോർ ദീപക് ഹാഷ്ടാഗ് എങ്ങും നിറയട്ടെ എന്നും അഞ്ജു പാർവതി പ്രഫീഷ് ഫേസ്ബുക്കിൽ കുറിച്ചു. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.